നമസ്കാരം. ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിമാർ എത്രത്തോളം ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നതിന്റെ തെളിവാണ് മന്ത്രി രാജേഷിന്റെ ഇന്നത്തെ ഒരു ഇടപെടൽ. രണ്ട് സത്യസന്ധത പുലർത്തിയ കുട്ടികൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ സഹായിച്ചിരിക്കുകയാണ്. തൃത്താലയിൽ ഈ അടുത്ത ദിവസം അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പുറത്തു വന്ന ആ രണ്ട് തങ്കക്കുടങ്ങൾ 5 പവൻ പാർക്കിൽ നിന്ന് കിട്ടിയപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്ത ഇല്ലായ്മയിൽ വളരുന്ന ആ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് വൈറലാവുകയും അതിലൂടെ അദ്ദേഹത്തിന്റെ പരിചയമുള്ള 2 പേർ 5 സെന്റ് ഭൂമി വാങ്ങി ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകുകയാണ്. ഇതല്ലേ ജനകീയ പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃക? എന്താണ്? ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇല്ലായ്മയിൽ നട്ടം തിരിഞ്ഞ് സ്വന്തം നിലയ്ക്ക് നല്ലൊരു കൂര പോലും ഇല്ലാത്ത 2 കുട്ടികൾ 5 പവന്റെ സ്വർണം കളഞ്ഞു കിട്ടുമ്പോൾ അത് അതിനൊരു വില മതിച്ചുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയവരുടെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് ആ 2 കുട്ടികൾ അതിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും പിന്നീട് അതിന്റെ ഉടമസ്ഥരെ കണ്ടെത്തി പോലീസ് അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ്. 1-2 പവനല്ല, ഇന്നത്തെ വില വെച്ചിട്ട് 5 പവന്റെ സ്വർണത്തിന് എത്ര രൂപ കിട്ടും? ആ വാല്യൂ പോലും നോക്കാതെ ഈ നഷ്ടപ്പെട്ടവന്റെ വേദന തിരിച്ചറിഞ്ഞ് ഇല്ലായ്മയിൽ വളരുന്ന ആ കുട്ടികളെ അഭിനന്ദിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലായിരുന്നോ? അങ്ങനെയാണ് തൃത്താലയിലെ പരുതൂർ സ്വദേശികളായിട്ടുള്ള ശ്രീനന്ദയെയും ഒപ്പം അഭിഷേകിനെയും മന്ത്രി നേരിട്ട് വീട്ടിലെത്തി അഭിനന്ദിക്കുന്ന ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ പോസ്റ്റ് കണ്ട് ആ കുട്ടികളോട് വല്ലാത്ത മതിപ്പ് തോന്നിയ 2 പേരാണ്. കുട്ടികളുടെ വീട്, ആ താമസിക്കുന്ന സ്ഥലം, അത് അവരുടെ സ്വന്തം പേരിലുള്ളതല്ല, കൂട്ടുകുടുംബ പ്രകാരം കിടക്കുന്ന വസ്തുവായതുകൊണ്ട് 5 സെന്റ് ഭൂമി വാങ്ങിക്കൊടുത്ത് മറ്റൊരാൾ ആ ഭൂമിയിൽ വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എത്ര മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ്! മന്ത്രി ഒരു പോസ്റ്റ് ഇടാൻ കാരണമായി അതിന് ആഗ്രഹം അറിയിച്ചെത്തിയവരെ അവർ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനവും നടത്തി. നമ്മുടെ നാട്ടിൽ ചില പുനർജനി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടനിലക്കാരനായിട്ട് ഫണ്ട് നാട് നീളെ പോയി പിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തം പോക്കറ്റിലേക്കൊക്കെ വിടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് അവരെ സഹായിക്കാൻ മുന്നിട്ട് വരുന്നത്. അതായത് അത്ര മാതൃകാപരമായിട്ടുള്ള പുതിയ കാലത്തിലെ കുട്ടികൾക്കെല്ലാം എന്തുകൊണ്ട് ഒരു പ്രചോദനമാകുന്ന ഇടപെടലാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച്, അവർക്ക് വീട് കിട്ടിയതിനെ സംബന്ധിച്ച് മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത്. അതായത് സത്യസന്ധതയ്ക്ക് സമ്മാനം, കുരുന്നുകൾക്ക് വീടൊരുങ്ങുന്നു എന്ന ഒരു കാർഡ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ നിങ്ങൾക്ക് കേൾക്കാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ജീവിതങ്ങൾ മാറ്റിമറിക്കാനാകുമോ? പരനിന്ദകളും വിദ്വേഷ പ്രചരണത്തിനും പകരം സ്നേഹവും കരുതലും ഉറപ്പാക്കാനും ഫേസ്ബുക്കിനെ ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് ഈ അനുഭവം പറയുന്നത്. കളഞ്ഞു കിട്ടിയ സ്വർണം ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച പരുതൂരിലെ കുരുന്നുകളായ അഭിഷേകിന്റെയും ശ്രീനന്ദയുടെയും സത്യസന്ധതയെക്കുറിച്ചും ജീവിതാവസ്ഥയെക്കുറിച്ചും അവരെ വീട്ടിൽ പോയി കണ്ട ശേഷം ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഒട്ടേറെ പേർ ഈ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയില്ലെങ്കിലും എന്റെ 2 സുഹൃത്തുക്കൾ നേരിട്ട് വിളിച്ച് കുട്ടികളെ സഹായിക്കാനുള്ള സന്നദ്ധത അറിയിച്ച കാര്യം പങ്കുവയ്ക്കട്ടെ. ഇപ്പോൾ ഈ കുട്ടികൾ താമസിച്ചിരുന്ന വീട് കൂട്ടുസ്വത്താകയാലും മറ്റ് അവകാശികൾ ഉള്ളതിനാലും ആ വീട് നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല. സ്വന്തമായി സ്ഥലം കണ്ടെത്തി പുതുതായി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള മാർഗമെന്ന ആലോചന പലരുമായി പങ്കുവച്ചിരുന്നു. അപ്പോഴാണ് പരുതൂരുകാരൻ തന്നെയായ എന്റെ സുഹൃത്തും പാർട്ടി അനുഭാവിയും മണിപ്പാലിലെ ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഷിനോദ് 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി നൽകാനുള്ള സന്നദ്ധത അറിയിച്ചത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എന്റെ മറ്റൊരു സുഹൃത്ത് ആ കുട്ടികൾക്കും അമ്മയ്ക്കുമായി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള ആഗ്രഹവും അറിയിച്ചിട്ടുണ്ട്. ദീർഘകാല സുഹൃത്താണെങ്കിലും അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നറിയിച്ചതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ല. തൃത്താലയിൽ ഞാൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ കുട്ടികളുടെ സ്പോൺസർഷിപ്പുമാരിൽ ഒരാളായതും കോവിഡ് മൂലം രക്ഷിതാവിനെ നഷ്ടപ്പെട്ട് അനാഥമായ ഒരു കുടുംബത്തിനെ സംരക്ഷിക്കുന്നതും ഈ സുഹൃത്താണ്. ഷിനോദിനോടും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത പ്രിയ സുഹൃത്തിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ 2 പേരും പോസ്റ്റ് കണ്ട് സഹായം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാണ് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ സഹായം അർഹിക്കുന്നവർ ഇനിയുമുണ്ട്. പോസ്റ്റിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരിൽ സഹായ മനസ്കതയുള്ളവർ തീർച്ചയായും അത് അറിയിക്കണം. അഭിഷേകിന്റെയും ശ്രീനന്ദയുടെയും കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ CPM നേതാവ് സഖാവ് അലി ഇക്ബാൽ മാസ്റ്റർക്കും പാർട്ടി പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ഇങ്ങനെയാണ് ആ കാർഡ് പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പലരും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അതിലൂടെ തന്റെ മണ്ഡലത്തിൽ
നന്മയുള്ള പ്രവർത്തനം ചെയ്ത രണ്ട് കുട്ടികളെ കുറിച്ച് അദ്ദേഹം ഹൃദയഹാരിയായ വാക്കുകൾ കുറിക്കുകയും അതിലൂടെ ആ കുട്ടികളുടെ ആ നന്മ നിറഞ്ഞ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഒരു കിടപ്പാടം ഒരുക്കി കൊടുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ല ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഒരു മന്ത്രിയായാൽ ചെയ്യേണ്ട കാര്യം? അതാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ ചെയ്യുന്നത്. പലതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയല്ല. മാധ്യമങ്ങൾക്ക് അത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ വാർത്താ സ്കോപ്പുമില്ല, വാർത്താ കച്ചവടത്തിന് സാധ്യതയുമില്ല. അതുകൊണ്ട് അതൊന്നും അവർ ഏറ്റെടുക്കാറുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കുട്ടികളുടെ കാര്യം പങ്കുവെക്കുമ്പോൾ മാധ്യമങ്ങൾ ആ വീട്ടിൽ പോയി ആ കുട്ടികളുടെ പ്രതികരണം എടുത്ത് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ കൊടുത്തോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഒരിടത്തും കണ്ടില്ല. ആ രണ്ട് കുട്ടികളെ സംബന്ധിച്ച് അദ്ദേഹം പങ്കുവെച്ച ആ വാർത്തകൾ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു പ്രചോദനമായി അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന വലിയ നന്മ നിറഞ്ഞ മനസ്സുകളായിട്ടൊക്കെ നമുക്ക് എല്ലാ കാലവും കാണാൻ പറ്റുന്ന രണ്ട് കുരുന്നുകൾ. അവരുടെ വീട്, അതായത് അച്ഛൻ ഇല്ലാത്ത ആ കുട്ടികൾ, ഒപ്പം അമ്മയാണ് വളർത്തുന്നത്. വളരെ ദയനീയമായ അവസ്ഥയിൽ വളർന്നു വരുന്ന ആ കുട്ടികൾ ഇങ്ങനെ ഒരു വലിയൊരു അവസരം അവർക്ക് കിട്ടിയിട്ടും അത് ഞങ്ങൾക്കുള്ള മുതലല്ല, മറ്റാരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കാൻ കാട്ടിയ മനസ്സ്, അത് എന്തുകൊണ്ടും ഈ രീതിയിലൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അവരുടെ ആ സത്യസന്ധമായ പ്രവർത്തനമാണ് ഇന്ന് അവർക്ക് കൂടൊരുങ്ങാൻ അവസരമുണ്ടായിരിക്കുന്നത്. ആ കൂടൊരുങ്ങാനായിട്ടുള്ള ഒരു കാരണക്കാരനായിട്ട് മന്ത്രി മാറുകയും ചെയ്തു. തന്റെ മണ്ഡലത്തിൽ ഇത്രയും നല്ലൊരു പ്രവർത്തനം നടന്നു എന്നറിഞ്ഞപ്പോൾ മന്ത്രിയാണ് എന്ന് പോലും നോക്കാതെ അവരെ വീട്ടിലേക്ക് ഓടിയെത്തി ആ കുരുന്നുകളെ കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അനുഭവം പങ്കുവെച്ചപ്പോൾ അവരെ കുറിച്ച് ഈ നാട് അറിയുകയും അവരെ ചേർത്ത് പിടിക്കാൻ ഈ നാട് തയ്യാറാവുകയും ചെയ്തതാണ് ഈ നാടിന്റെ മറ്റൊരു നന്മയെന്നും പറയേണ്ടി വരികയാണ്. ഇതൊക്കെയാണ് ഇടതുപക്ഷ മന്ത്രിമാർ ചെയ്യുന്ന നന്മയുള്ള മനുഷ്യത്വമുള്ള പ്രവർത്തനങ്ങൾ. ചർച്ചയായില്ലെങ്കിലും ജനം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ അത് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കാര്യം ഇതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവരവരുടെ സമീപ പ്രദേശത്ത് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കുകയും അവർ ചെയ്ത ആ വലിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കേണ്ടതും ഈ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് ചെയ്തതിന് മന്ത്രിക്കും കിട്ടിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ ഈ രീതിയിൽ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ആ പ്രവർത്തനങ്ങൾ ചെയ്ത ശ്രീനന്ദയ്ക്കും അഭിനന്ദിനെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ നാടിന്റെ നാളത്തെ മാതൃകകളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് കൂടി മാതൃകയാക്കാൻ അവസരമുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരികയാണ്.